ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. നാം ഇന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, വാണിജ്യം എന്നിവയിലെല്ലാം ഇന്ത്യ ലോകത്തെ അതിശയിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറും അവർക്ക് നേതൃത്വം നൽകിയ പെൺപുലികളും നമുക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചു. എന്തിനാണ് ഇക്കാലത്ത് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്? ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ദിശ കാണാനും പുതിയ ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താനും വേണ്ടിയാണ്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടത് പുതിയ ഭഗത് സിംഗുമാർ, പുതിയ അംബേദ്കർമാർ, കലാകാരന്മാർ, കർഷകർ, സാമൂഹ്യ പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ. അതെ, സ്വപ്നം കാണാനും ആ സ്വപ്നത്തിനായി നിലകൊള്ളാനും ധൈര്യമുള്ളവർ. സ്നേഹവും ഐക്യവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചൂടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നയിക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ്. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി. ജയ് ഹിന്ദ്.